ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പഞ്ചായത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് ഓൺലൈനിൽ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ വരികയാണ്, അയാളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് പ്രിന്റ് എടുത്ത് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിലുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ILGMSന്റെ വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ നമ്മൾ ലോഗിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കുക. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ളത് നമുക്ക് മറ്റൊരു സൈറ്റ് ആണ്, ഇതിലല്ല. അതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ ഗ്രാമപഞ്ചായത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഏത് പഞ്ചായത്തിലാണോ രജിസ്റ്റർ ചെയ്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനന സർട്ടിഫിക്കറ്റ് തിരയാനുള്ള ഡീറ്റെയിലുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ജനന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, മരണ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, കല്യാണ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതിവിടെ തിരയുകയാണ് ചെയ്യേണ്ടത്. ജനന തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് മാതാവിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാതാവിന്റെ പേര് ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം കൂടുതലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 അക്ഷരം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ ലഭിക്കും. ഇവിടെ കാണുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കുട്ടിയുടെ പേര്, കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും പേര് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഡൗൺലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ILGMSന്റെ പോർട്ടൽ വഴി പ്രിന്റ് എടുത്ത് കൊടുക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, മൂന്നിനും സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.